ഷാർജയിലെ പ്രധാന കുടുംബ ആകർഷണങ്ങളിലൊന്നായ അൽനൂർ ദ്വീപിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുവാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ താമസസ്ഥലത്തുനിന്ന് 5-6 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ നിൽക്കുന്ന സമയത്തല്ലേ നമുക്ക് ഇവിടെ ചുറ്റിക്കാണുവാൻ സാധിക്കൂ. അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകടയും ഈന്തപ്പനകൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമായിട്ടാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവധി ദിനങ്ങളിൽ ഇവിടെ വന്നിരുന്ന് കാറ്റുകൊള്ളാനും സൊറ പറയാനും ഉല്ലസിക്കാനും ഫോട്ടോകൾ എടുക്കുവാനുമായി ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്ത് കാണാനാകും. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അൽനൂർ എന്ന് വിളിപ്പേരുള്ള ആ ദ്വീപിലേക്കാണ്. അൽ മജാസ് ദ്വീപിൽ നിന്ന് വെള്ളത്തിന് കുറുകെ ഖാലിദ് ലഗൂണിലും ഗംഭീരമായ അൽനൂർ മസ്ജിദിന് എതിർവശത്തുമാണ് അൽനൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദിന് പിന്നിലെ കാൽ നടപ്പാലത്തിലൂടെ ദ്വീപിലേക്ക് പ്രവേശിക്കാം. ഷാർജയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ഈ പച്ചപ്പ് വിരിച്ച പുൽത്തകടിയിലൂടെ നടക്കുവാൻ തന്നെ ഒരു രസമാണ്. ഞങ്ങൾ ഇവിടെ വന്ന സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ്. ഇവിടെ ആളുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഞങ്ങൾ അൽനൂർ ദ്വീപിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ടിക്കറ്റ് ഒരാൾക്ക് 35 ദിർഹത്തിന്റെ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ബട്ടർഫ്ലൈ ഹൗസിലേക്കും കൂടി 50 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ദ്വീപിലേക്കുള്ള പാലത്തിലൂടെ നടക്കുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോകും വിധമായിരുന്നു ഞങ്ങളുടെ അനുഭവം. തടിപ്പലകൾ നിരത്തിയ പാലമാണ്. അതിലൂടെ നടക്കുമ്പോൾ എൻ്റെ നാട്ടിൽ പഴയ ഒരു തടിപ്പാലം ഓർമ്മ വന്നു. പാലത്തിലൂടെ നടന്ന് ദ്വീപിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ്വീപിലെ നടപ്പാതകളുടെ ഒരു മാപ്പ് കാണാം. ഞങ്ങൾ ദ്വീപിലെ കാഴ്ചകൾ കാണുവാൻ നടന്നു തുടങ്ങി. ഇത് അൽനൂർ ദ്വീപിലെ ബട്ടർഫ്ലൈ ഹൗസ്. എല്ലാ അർത്ഥത്തിലും മനോഹരമാണ്. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, കാഴ്ചയിൽ അതിശയിപ്പിക്കുന്ന ശില്പം നിറഞ്ഞ മാസ്റ്റർപീസ് ആണ്. അവാർഡ് നേടിയ വാസ്തുവിദ്യാ രൂപകൽപ്പന.
ഷാർജയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അൽനൂർ ദ്വീപിലെ ബട്ടർഫ്ലൈ ഹൗസ്. ഇവിടെ 500-ലധികം ചിത്രശലഭങ്ങൾ വസിക്കുന്നു. ബട്ടർഫ്ലൈ ഹൗസ് ആധുനിക വാസ്തുവിദ്യയുടെ ഒരു നേട്ടമാണ്. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതും സൂര്യപ്രകാശം കടക്കാൻ സൗകര്യപ്രദവും സുരക്ഷിതവുമായ രൂപകൽപ്പനയിലാണ് ഇതിന്റെ നിർമ്മാണം. നിയന്ത്രിത താപനിലയും ഈർപ്പവും നിറഞ്ഞതാണ് ഇതിന്റെ ഉൾഭാഗം. ബട്ടർഫ്ലൈ ഹൗസിൽ 20-ലധികം വ്യത്യസ്ത ഇനം ചിത്രശലഭങ്ങളുണ്ട്. അവയിൽ വിചിത്രമായ ടെയിൽ ജെയ്, എമറാൾഡ് സ്വെല്ലോഡെയിൽ, പിങ്ക് റോസ്, മലാഖൈറ്റ്, ഒരു രോമമുള്ള കാറ്റർപില്ലർ മുതൽ ശാന്തമായ ക്രിസാലിസ്. വായുവിലൂടെയുള്ള ചിത്രശലഭത്തിന്റെ അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് ഇവിടം തിരഞ്ഞെടുക്കാം. എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു അത്ഭുതവും ജീവിതചക്രവും സൃഷ്ടിയും ഇവിടെ കാണുവാൻ സാധിക്കും. പ്രദേശത്തെ തദ്ദേശീയ ഇനങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളും ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തിന് ഷാർജയിലെ കുട്ടികൾക്കായി നിരവധി രസകരമായ കാര്യങ്ങൾ ഉണ്ട്. മറഞ്ഞിരിക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും നവജാത ശിശുക്കൾ പറന്നുയരുന്നത് കാണുന്നതും കുട്ടികൾക്കായി ഷാർജയിലെ ഏറ്റവും ആവേശകരമായ വേനൽക്കാല പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരിടവുമാണ് ബട്ടർഫ്ലൈ ഹൗസ്. അൽനൂർ ദ്വീപിലെ ആകർഷണങ്ങളിലൊന്നായ ഒഴുകുന്ന ചിത്രശലഭങ്ങൾ നിറഞ്ഞ ഉഷ്ണമേഖലാ ജൈവമണ്ഡലത്തിന് പേരുകേട്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്ന ഒരു കഫേ, സാഹിത്യ പവലിയൻ, മനോഹരമായ ശില്പം, ലോകപ്രശസ്ത ഘടന ഉൾപ്പെടെ നിരവധി ആർട്ടുകൾ ഈ ദ്വീപിലെ പ്രത്യേകതയാണ്. ഷാർജയിലെ പ്രശസ്തമായ പാർക്കുകളിലൊന്നായ ഉഷ്ണമേഖലാ ബൊട്ടാണിക്കൽ ഗാർഡനിലൂടെ ബോർഡ് വാക്കിലൂടെ നടക്കുവാൻ തന്നെ ഒരു രസകരമായ അനുഭവമാണ്.